വെൽക്കം ടു ഡേ 22. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ 22nd ഡേ ആയിരിക്കുകയാണ്. 8 ദിവസം കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. എനിക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് പോയി ബ്രഷൊക്കെ ചെയ്ത് വന്നതാണ്. അപ്പോൾ രാവിലെയായിരുന്നു എണീക്കാണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര മഴയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം കൂടെ കടന്നു. എന്നിട്ട് പിന്നെ ഓർത്തു ഓക്കെ റെഡി ആയിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എടുക്കാം എന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇനി റെഡിയാവാൻ പോവാണ്. എന്താണപ്പം ഒന്നുമില്ല, അപ്പം റെഡിയാവാൻ പോവാണ്. അത് റെഡിയായി കഴിഞ്ഞിട്ടൊക്കെ ഫുഡ് കഴിക്കണ്ടാവുള്ളൂ മിക്കവാറും. അപ്പം ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. അപ്പം ഇതായിരുന്നു മേക്കപ്പ് കേട്ടോ. എൻ്റെ ഫ്രണ്ടില്ല പാർവതി, അവൾ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതായിരുന്നു മേക്കപ്പ്. നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ആ ഷൂട്ട് ചെയ്ത സാധനം ഞാൻ വേറെ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും, നിങ്ങൾ അതെന്തായാലും പോയി കാണണം. അപ്പോൾ എല്ലാം ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുൾ മാറ്റി തിരിച്ച് ഈ ക്ലോത്ത് തന്നെ ഇട്ടു. എന്നിട്ടിപ്പം ഫുഡ് കഴിക്കാൻ പോകും. ഇപ്പോഴാണ് ഫുഡ് കഴിക്കണം. ബിക്കോസ് സമയം കിട്ടിയില്ല. രാവിലെ തന്നെ ഇത് മൊത്തം ചെയ്യാനുള്ള കാരണം സമയം കിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പോൾ പോയി ഫുഡ് കഴിക്കാം. ഇങ്ങനെ കാണുമ്പോൾ രസമൊക്കെ ഉണ്ട്. ഇട് ഓക്കെ മതി. കറി ഇട്ടോ, കഷ്ണം മതി. ഹലോ, എൻ്റെ കോഫി കാണിച്ചു. നല്ല കോഫി ആയിരുന്നു കേട്ടോ, നല്ല കോഫി ആയിരുന്നു. ഇത് ഞാനിപ്പോൾ കുടിച്ചപ്പോൾ ലിപ്സ്റ്റിക് ആയതാ. നല്ല കോഫി ആയിരുന്നു. താങ്ക് യു. അപ്പോൾ നമ്മൾ രാവിലത്തെ രാവിലത്തെ വീഡിയോ എടുക്കാനുള്ള കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴയൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര തിരക്കായി പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് ഞങ്ങളൊന്ന് പുറത്ത് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഇപ്പം ഞാൻ അടയാണ് കഴിച്ചത്. വീട്ടിലെത്തി അടയാണ് കഴിച്ചത്. മേക്കപ്പൊക്കെ കുറേയൊക്കെ പോയിട്ടോ, അടയാണ് കഴിച്ചത്. പിന്നെ ഇന്ന് സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടാവില്ല. എനിക്കറിയാം 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് ഉഴപ്പൊന്നുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നാളെ തൊട്ട് നമുക്ക് കട്ടിക്ക് പിടിക്കാം. നാളെ തൊട്ട് നമ്മൾ പിന്നെയും ബാക്ക് ഇതായിരിക്കുന്നതായിരിക്കും. ഒരു തെറ്റും ആവുന്നില്ല, ഒന്നുമില്ല. സ്വിമ്മിങ്ങിന് പോകണം, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോയും കുറച്ച് കുഞ്ഞായിരിക്കും. പക്ഷെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കേണ്ട എന്താണെന്നൊക്കെ ആവണം. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഞാനിപ്പം ഇന്നലത്തെ വ്ളോഗ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഡേ 21 ഇത് ഇതുവരെ ഇട്ടിട്ടില്ല. അത് എഡിറ്റ് ചെയ്ത് അത് ഇടാനുണ്ട്. ആ ഒരു പണി കിടപ്പുണ്ട്. ആ പണി ഞാൻ പോയി ചെയ്യട്ടെ. അത് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു ബൂഫിനൊക്കെ കളിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാ പ്രൊഡക്ടിവിറ്റി സാധനങ്ങളും, അതുപോലെ ആടുജീവിതത്തിൻ്റെ സംഭവം വായിക്കാനുണ്ട്. ആ ഡയറിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങൾ എഴുതാനുണ്ട്. അപ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്ത് ഞാൻ കുറേ തവണ അപ്പത്തേക്കെന്ന് പറയും കേട്ടോ. ഇന്ന് ഞാനവിടെ പാർവതിൻ്റെ വീട്ടിലിരുന്ന സമയത്ത് എന്നോട് അവിടെ പറഞ്ഞു, നീ കുറേ തവണ അപ്പത്തേക്കും പറയുമല്ലോ എന്ന്. എനിക്കറിയത്തില്ല, എനിക്ക് അപ്പത്തേക്കെന്നുള്ളതും പിന്നെ എന്തായാലും അതും വരും, അപ്പമൊന്നും വരും. ഈ 3 വേർഡ്സ് എനിക്ക് സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ കുറയ്ക്കണം. കാരണം എല്ലാ സമയവും ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും, അപ്പത്തേക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കണ്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഓക്കെ. അതിന് വരെ എന്താ പറയാം, സോ നമുക്ക് അടുത്ത ഇത് കഴിച്ചിട്ട് എന്താന്ന് നോക്കാം. എൻ്റെ കൂടെ പണിക്ക് കൂട്ടാനാ നോക്ക്. ഞാനിരുന്ന് ചെയ്യണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇരുന്നതാ. ബെഡിൽ കററുത് എന്ന് പറഞ്ഞിട്ട് ഒരനുസരണമില്ല. വന്ന് നേരെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇതാണ് പ്രശ്നം. കണ്ടോ, ഒന്നും അറിയാത്തിരിക്കുന്നവർക്ക് പണി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അപ്ലോഡ് ചെയ്ത് വ്ളോഗ് നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ എന്തായാലും എൻ്റെ വ്ളോഗ് പോയി കാണുക. അത് അപ്ലോഡ് ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കുറേ നേരം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കാലമായിരുന്നു എന്നെ വിളിച്ചിട്ട്. അപ്പോഴത്തേക്കും കുറച്ച് നേരം അവനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾ കണ്ടല്ലോ, അത് ചപ്പാത്തിയും പനീറും കടലയുമായിരുന്നു. അപ്പോഴത്തേക്കും പനീറും കടലയും കൂടെ മിക്സ് ചെയ്ത് അമ്മ ഒരു കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി. ഞാൻ 2 ചപ്പാത്തി കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ 2 ചപ്പാത്തി കഴിച്ചു. പിന്നെ വെള്ളവും കുടിച്ചു കൊടുത്തു. 2 ലിറ്റർ വെള്ളം കുടിച്ചു കൊടുത്തു. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാണ്ടായിരുന്നത്. ഇന്ന് സ്വിമ്മിങ് നടന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം ഡാൻസ് കളിച്ചു. അന്ന് ഞാൻ ടീം മാച്ചിന് പോയ സമയത്ത് അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ഷീലാക്കി ജവാനി, അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അത് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. അപ്പം അങ്ങനെ കുറച്ച് വർക്കൗട്ടായി. പിന്നെന്താ, നാളെയാണ് വെയിറ്റ് നോക്കേണ്ടത്.
എനിക്ക് സംശയമുണ്ട് വെയിറ്റ് കുറയുന്നത്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 2 ആഴ്ച കൊണ്ട് 2.5 കിലോ ആണ് കുറഞ്ഞത്. അപ്പം ഇത് എനിക്ക് വെയിറ്റ് കുറയുമോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ഞാൻ ഇച്ചിരി ഉഴപ്പിയായിരുന്നു ഈ ലാസ്റ്റ് വീക്ക്. കുറച്ച് ലൈക്ക് ടൈമിങ്ങിനൊക്കെ ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം ലൈക്ക് ഓരോരോ സംഭവങ്ങൾ ചെയ്യുന്നത് കാരണം കറക്റ്റ് സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് നമ്മൾ വെയിറ്റ് കുറയുന്നുണ്ട്. പക്ഷെ എന്തായാലും സാരിൽ നാളെ പോയി നോക്കാം. പിന്നെ ഇപ്പം ഗ്യാസ് കയറിയിട്ടുണ്ട് വയറ്റിൽ. അപ്പോഴത്തേക്ക് നാളെ രാവിലത്തേക്ക് ബ്ലോട്ടഡ് ആവുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഡേ 22 നമ്മൾ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ 8 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഡേ 22 ടിക്ക് ചെയ്യണ്ടേ, നമുക്കത് ചെയ്യാം. നമ്മളങ്ങനെ ഡേ 22 കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചാലഞ്ചിൻ്റെ എൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആക്കൂടി ഒരു 8 ദിവസം കൂടെ ഉള്ളൂ. 8 ദിവസം കൂടെ നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു എൻ്റെ അടുത്ത വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചീറ്റ് മീൽ ഡേ ആണ്. അപ്പോൾ നമ്മളൊരു എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു സാധനം ഞാൻ പോയി കഴിക്കണത്. ഞാൻ ഫുള്ളായിട്ട് നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് കഴിക്കും. അപ്പോഴത്തേക്ക് അത് നമ്മുടെ അടുത്ത 30 ഡേയ്സ് ചലഞ്ച് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ അതായിരിക്കും. നമ്മൾ ചീറ്റ് മീൽ ഡേ, ലൈക്ക് ഹോൾ ഡേ ചീറ്റിങ് ആയിരിക്കത്തില്ല. അതിൻ്റെ ഒരു മീലും പിന്നെ എന്തെങ്കിലും മധുരം കഴിക്കുമായിരിക്കും. കാരണം നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ടാൽ എല്ലാം കൂടെ നമ്മൾ തിന്ന് കയറ്റാൻ പാടില്ലല്ലോ. അപ്പോഴത്തേക്ക് ഒരു ബാലൻസിൽ തന്നെ പോയാൽ മതി. അപ്പോൾ എന്തായാലും ഗൈസ് എഗെയിൻ അപ്പോൾ എന്തായാലും വന്നു. അപ്പം ഗൈസ് നമുക്ക് പിന്നെ കാണുന്നതായിരിക്കും. നാളെ ഡേ 23 ആയിട്ട് ഞാൻ പിന്നെ വരും. അതായിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്.